ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 29-ാം ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ ശ്യാമും മനുവും ബാങ്കിലെത്തി അവധി കാര്യങ്ങളെല്ലാം വേഗത്തിൽ ശരിയാക്കി. നവീൻ തലേദിവസം തന്നെ ഓഫീസിൽ വിളിച്ച് ലീവ് ഉറപ്പിച്ചിരുന്നതിനാൽ അവൻ വീട്ടിൽ തന്നെ തുടർന്നു. ആ വീടാകെ ഒരു ഉത്സവ ലഹരിയിലായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പപ്പയും മമ്മിയും പിന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നവീൻ ചേട്ടനും അനുചേച്ചിയും എല്ലാവരും ഒന്നിച്ചുള്ള ഈ യാത്ര കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ആദിയും നിധിയും അതിരാവിലെ തന്നെ ഉണർന്ന് തങ്ങളുടെ ചെറിയ ലോകം ബാഗുകളിലാക്കി കഴിഞ്ഞിരുന്നു. കളിപ്പാട്ടങ്ങളും വർണ്ണശബളമായ ഉടുപ്പുകളും നിറഞ്ഞ കുഞ്ഞു ബാഗുകൾ അവർ ഉമ്മറത്ത് വരി വരിയായി നിരത്തി വെച്ചു. തങ്ങൾ പോകുന്ന ആ നിഗൂഢമായ ഗ്രാമത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ അവർ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പിന്നാലെ തന്നെ കൂടി. സണ്ണിയും മെഴ്സിയും ആ കുരുന്നുകൾക്ക് തങ്ങളുടെ നാടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വൃദ്ധ ദമ്പതികളുടെ കണ്ണുകളിൽ നഷ്ടപ്പെട്ട വസന്തം തിരികെ വന്നതിൻ്റെ തിളക്കമുണ്ടായിരുന്നു. വീണയാകട്ടെ ഒരുതരം അവാച്യമായ അനുഭൂതിയിലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം താൻ ജനിച്ചു വീണ മണ്ണിലേക്ക്, തൻ്റെ മുത്തശ്ശൻ്റെ സ്നേഹത്തണലിലേക്ക് ഒരു മടക്കയാത്ര. ആ ചിന്ത മാത്രം മതിയായിരുന്നു അവളിൽ 1000 പൂത്തിരികൾ കത്തിക്കാൻ. ദൂരയാത്ര ആയതുകൊണ്ട് തന്നെ വഴിയിൽ കഴിക്കാൻ ആവശ്യമായ പലഹാരങ്ങളും വിഭവങ്ങളും അവൾ തലേ ദിവസം തന്നെ സ്നേഹത്തോടെ കരുതി വച്ചിരുന്നു. ശ്യാമിൻ്റെ വിവരണങ്ങളിൽ നിന്ന് ശിവപുരത്തേക്കുള്ള പാതകൾ ദുർഘടമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ആ കുന്നും മലയും കയറി നാടണയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ആ രാത്രിയുടെ ഓരോ യാമങ്ങളും ഓരോ യുഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത്. ആകാംക്ഷ കാരണം ഉറക്കം വീണയുടെ കണ്ണുകളെ തഴുകാൻ വിസമ്മതിച്ചു. ഓരോ മണിക്കൂർ കൂടുമ്പോഴും അവൾ അക്ഷമയായി എഴുന്നേറ്റ് ശ്യാമിനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഡാ, നേരം വെളുത്തോ, നമുക്കിറങ്ങണ്ടേ? തുടർച്ചയായുള്ള അവളുടെ ചോദ്യങ്ങൾ കേട്ട് ഉറക്കപ്പിച്ചിൽ ശ്യാം ഇടയ്ക്ക് ചെറുതായി ദേഷ്യപ്പെട്ടെങ്കിലും അവളുടെ ഉള്ളിലെ വികാരത്തിൻ്റെ തീവ്രത അവൻ അറിയാമായിരുന്നു. അവൻ അവളെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇതാ കുറച്ച് സമയം കൂടി, നേരം പുലരാറായും മോളെ. ഒടുവിൽ അവർ കാത്തിരുന്ന ആ സുന്ദര പുലരി വിരുന്നെത്തി. മഞ്ഞുതുള്ളികൾ പെയ്യുന്ന ആ വെളുപ്പാൻ കാലത്ത് തന്നെ മഹാദേവനും ഗൗരിയും കാറുമായി ഉമ്മറത്തെത്തി. ആവേശത്തോടെ എല്ലാവരും 2 കാറുകളിലായി ആ വലിയ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കുമുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. എറണാകുളത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി മലനിരകൾ അതിരിടുന്ന ശിവപുരത്തിൻ്റെ ശാന്തതയിലേക്ക് ആ വാഹനങ്ങൾ കുതിച്ചു പാഞ്ഞു. മഹാദേവൻ്റെ കാറിൽ അദ്ദേഹത്തെയും ഗൗരിയെയും കൂടാതെ മറിയാമ്മച്ചേടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ശ്യാമിൻ്റെ കാറിൽ തന്നെ ഒന്നിച്ചിരിക്കണമെന്നായിരുന്നു വാശി. ശ്യാമിൻ്റെ വണ്ടിയിൽ സണ്ണിക്കും മെഴ്സിക്കും നടുവിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൗതുകത്തോടെ നോക്കുകയായിരുന്നു വീണ. ഓരോ വളവ് തിരിയുമ്പോഴും മുന്നിൽ തെളിയുന്ന പുതിയ കാഴ്ചകളിൽ അവളിലെ കുട്ടിത്തം വീണ്ടും ഉണരുന്നുണ്ടായിരുന്നു. നവീനും മനുവും കുഞ്ഞുങ്ങൾക്കൊപ്പം പിന്നിലെ സീറ്റിലിരുന്ന് ചിരിച്ചും കളിച്ചും യാത്ര പൂർണ്ണമായും ആഘോഷമാക്കി. ആദിക്കും നിധിക്കും നവീൻ ചേട്ടനും അനുചേച്ചിയും ജീവനായിരുന്നു. ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് മെഴ്സിയും സണ്ണിയും ഉള്ളുരുകി പ്രാർത്ഥിച്ചുപോയി. ശിവപുരത്തെത്തിയ ശേഷം മകൾ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കൊപ്പം സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങുമല്ലോ എന്ന ചിന്ത അവരുടെ ഉള്ളിൽ ഒരു വിങ്ങലായി അവശേഷിച്ചിരുന്നു. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ മോളൂട്ടിയോടൊപ്പം ഇങ്ങനെ അരികിലിരിക്കാൻ കഴിഞ്ഞത് അവർക്ക് ഒരു മനോഹര സ്വപ്നം പോലെയാണ് തോന്നിയത്. യാത്രയുടെ മധ്യേ ശ്യാം കണാരൻ ചേട്ടൻ്റെ കടയുടെ മുന്നിലായി വണ്ടി നിർത്തി. ശ്യാമിനെ കണ്ട ഉടനെ അദ്ദേഹം ആവേശത്തോടെ ഓടി വന്ന് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കച്ചവടത്തിന് തിരക്കുള്ള സമയമായിരുന്നിട്ടും പ്രിയപ്പെട്ടവർ വന്നതറിഞ്ഞ അദ്ദേഹം മറുത്തൊന്നും ചിന്തിക്കാതെ ഉടൻ തന്നെ കടയടച്ചു. എന്നിട്ട് അവരെയെല്ലാം തൻ്റെ കൊച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കണാരൻ ചേട്ടൻ്റെ ഭാര്യയും മക്കളും നിറഞ്ഞ സ്നേഹത്തോടെയാണ് അവരെ സ്വീകരിച്ചത്. പച്ച പുല്ല് വിരിച്ച ആ മുറ്റത്തുകൂടി ആദിയും നിധിയും ചിരിച്ചുകൊണ്ട് ഓടിക്കളിച്ചു. തങ്ങൾ വീട്ടിൽ നിന്ന് കരുതിയിരുന്ന വിഭവങ്ങൾ എല്ലാവരും ചേർന്ന് ആ മരത്തണലിലിരുന്ന് പങ്കുവെച്ചു കഴിച്ചു. സ്നേഹം മാത്രം കൈമുതലായുള്ള ആ പാവം കുടുംബത്തോട് വീണയ്ക്കും മഹാദേവനും വലിയൊരു ആത്മബന്ധമാണ് തോന്നിയത്. തൊട്ടടുത്തുള്ള പുഴയിലെ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കുളിച്ച് ഫ്രഷ് ആയതോടെ എല്ലാവരിലും പുതിയൊരു ഊർജവും ഉന്മേഷവും നിറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം കണാരൻ ചേട്ടൻ്റെ തൊണ്ടയിടറി. വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞു, എപ്പോൾ ഈ വഴി വന്നാലും ഞങ്ങളെ കാണാതെ പോകരുത് കേട്ടോ. മഹാദേവൻ പെതുക്കെ കണാരൻ ചേട്ടൻ്റെ അരികിലെത്തി കുറച്ച് നോട്ടുകെട്ടുകൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു. ഇത് ഞങ്ങളുടെ മക്കളെ സംരക്ഷിച്ചതിനുള്ള കൂലിയല്ല ചേട്ടാ, അങ്ങനെ കരുതുകയും അരുത്. കച്ചവടം കുറച്ചുകൂടി വലുതാക്കാൻ ഒരു സഹോദരൻ നൽകുന്ന ചെറിയൊരു സഹായമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ണുകൾ നനഞ്ഞുപോയി.
ഈ ലോകത്ത് എനിക്ക് എൻ്റെ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കും സ്വന്തമെന്ന് പറയാൻ ചിലരൊക്കെ ഉണ്ടെന്ന്. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം മുറിഞ്ഞു. യാത്ര വീണ്ടും തുടർന്നു. സന്ധ്യ മയങ്ങി ഇരുട്ട് വീഴാറായപ്പോഴാണ് അവർ ശിവപുരം എന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. നാരായണൻ ചേട്ടൻ്റെ ചായക്കട അപ്പോഴും തുറന്നിരിപ്പുണ്ടായിരുന്നു. വണ്ടികൾ കടയുടെ മുന്നിൽ വന്ന് നിന്നതും അദ്ദേഹം ഉമ്മറത്തേക്ക് ഓടിയെത്തി. അച്ഛൻ പറഞ്ഞിരുന്നു നിങ്ങളിന്ന് വരുമെന്ന്. എല്ലാവർക്കും കഴിക്കാനുള്ള ചൂടാഹാരം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൈ കഴുകി വേഗം ഇരുന്നോളൂ, അദ്ദേഹം ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, കാത്തു, അവരിങ്ങ് എത്തി കേട്ടോ. അതിനുശേഷം നാരായണൻ ചേട്ടൻ ആകാംക്ഷയോടെ സണ്ണിയെ നോക്കി ചോദിച്ചു, സണ്ണി, എവിടെ എവിടെ നമ്മുടെ മോളൂട്ടി? ഒന്ന് കാണട്ടെ എൻ്റെ മോളെ. നാരായണൻ ചേട്ടൻ്റെ ആ വിളി കേട്ട് വീണയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഈ ഗ്രാമം തന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും തൻ്റെ തിരോധാനം ഇവർക്കൊക്കെ ഒരു തീരാ നോവായിരുന്നുവെന്നും അവൾ തിരിച്ചറിയുകയായിരുന്നു. എവിടെയായിരുന്നു മോളെ ഇത്രയും നാൾ? ഈ ഗ്രാമത്തിലെ ഓരോരുത്തരെയും ഓരോ ദിവസവും കരയിച്ചിരുന്നത് നീയും നിൻ്റെ ഓർമ്മകളുമായിരുന്നു. ആ ഒരു കറുത്ത രാത്രിക്ക് ശേഷം ഇന്ന് വരെ ഞങ്ങളാരും സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. എത്ര വൈകിയാലും നീ തിരികെ വന്നല്ലോ. ഇനി ഈ നാരായണചേട്ടൻ മരിച്ചാലും വേണ്ടില്ല. അത്രയ്ക്ക് സന്തോഷമായി, അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു. നാട്ടുകാരുടെ ഈ സ്നേഹപ്രകടനം കണ്ടു നിന്ന മഹാദേവനും ഗൗരിക്കും തങ്ങളുടെ മരുമകളെക്കുറിച്ച് വലിയ അഭിമാനം തോന്നി. അവർ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ആദിയും നിധിയും നാരായണൻ ചേട്ടൻ്റെ അടുക്കള കൈയടക്കി കഴിഞ്ഞിരുന്നു. അവിടെ ഇരുന്ന് അവർ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് എല്ലാവരിലും ഒരു പുഞ്ചിരി പടർന്നു. ഭക്ഷണം കഴിഞ്ഞ് അവർ നേരെ മാളിയേക്കൽ തറവാട്ടിലെത്തി. എന്നാൽ അത്രയും പേർക്ക് ഒരുമിച്ച് തങ്ങാനുള്ള സൗകര്യമില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് മടിച്ചു നിന്നു. ആ സമയത്താണ് അങ്ങോട്ട് ജോസഫ് അച്ഛൻ കടന്നു വന്നത്. ആഹാ, ഇവിടെ എന്തോ വലിയ ആലോചനയിലാണല്ലോ. തങ്ങാനുള്ള സ്ഥലമാണോ പ്രശ്നം? വിഷമിക്കേണ്ട, പള്ളിയോട് ചേർന്ന് 2 നല്ല മുറികൾ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സുഖമായി കഴിയാം, അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിച്ചു. അച്ചോ, ഒരു വൈദികനൊപ്പം താമസിക്കുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇതാ ഇവിടെ വെച്ച് സാധിച്ചിരിക്കുന്നു, നവീൻ ആവേശത്തോടെ പറഞ്ഞു. ഡാ ഒരുപാടങ്ങ് തള്ളല്ലേ, അച്ഛൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. ദീർഘയാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നതിനാൽ അവർ വേഗത്തിൽ തന്നെ പള്ളിമേടയിലേക്ക് തിരിച്ചു. കുട്ടികൾക്ക് തറവാട്ടിലെയും പള്ളിമേടയിലെയും പരിമിതമായ സൗകര്യങ്ങൾ ആദ്യം അല്പം പ്രയാസമായി തോന്നിയെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹവലയത്തിലായപ്പോൾ അവർ വേഗം ഇണങ്ങി. ഒടുവിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും നടുവിലായി അവർ സുഖനിദ്രയിലേക്ക് വഴുതി വീണു. അന്ന് രാത്രി പള്ളിമേടയുടെ വരാന്തയിൽ പെയ്യുന്ന നിലാവ് നോക്കി ശ്യാമും വീണയും കിടന്നു. ശ്യാമിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ വീണയുടെ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പെതുക്കെ മന്ത്രിച്ചു. ഡാ, നീ എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത്. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നീ എനിക്ക് നൽകിയ ഈ സമ്മാനം, എൻ്റെ നഷ്ടപ്പെട്ട ലോകം എനിക്ക് തിരിച്ചു തന്ന നിൻ്റെ ഈ മനസ്സുണ്ടല്ലോ, അതിൻ്റെ ആഴം അളക്കാൻ എനിക്കാവില്ല. അവളുടെ മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകൾ പെതുക്കെ മാറ്റി ശ്യാം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോളെ, ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം. നിൻ്റെ ഓരോ നിശബ്ദതയും എനിക്ക് വായിച്ചെടുക്കാനാകും. പക്ഷേ നമ്മൾ അന്ന് കണ്ട ആ വൈദ്യൻ, അദ്ദേഹമാണ് എന്നെ ഇവിടേക്ക് നയിച്ചത്. നിൻ്റെ മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ നമ്മുടെ മകന് സംസാരശേഷി തിരിച്ചു കിട്ടൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് വെറുതെയല്ല. ശ്യാം അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. മോളെ, ഇതൊരു വലിയ നിയോഗമാണ്. നീ നിൻ്റെ മാതാപിതാക്കളിലേക്ക് തന്നെ ഒടുവിൽ എത്തിച്ചേരണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ നിശ്ചയമാണ് നമ്മളെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ. അവളുടെ മിഴികളിലെ തിളക്കം നോക്കി അവൻ തുടർന്നു. ആ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുത്തെ കരുണയാലാണ് ഇരുട്ടിൽ മുങ്ങിപ്പോയ നിൻ്റെ ഭൂതകാലത്തിന് ഇന്ന് വെളിച്ചം കിട്ടിയത്. ഇനി നിൻ്റെ കണ്ണുകൾ നിറയരുത്, അത് സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും. ശിവപുരത്തെ ആ ശാന്തമായ രാത്രിയിൽ പള്ളിമണിയുടെ നേർത്ത നാദവും മരങ്ങൾക്കിടയിലൂടെ ഒഴുകി വന്ന തണുത്ത കാറ്റും സാക്ഷിയാക്കി അവരാ വലിയ സത്യത്തെ നെഞ്ചോട് ചേർത്തു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വേരുകൾ തേടിയുള്ള ആ യാത്രയ്ക്കൊടുവിൽ പൂർണ്ണത കൈവന്നിരിക്കുന്നു. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പുതിയൊരു പുലരിക്കായി ആ ഗ്രാമം ഉറങ്ങാതെ കാത്തിരുന്നു.
തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.